നമുക്കൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് റെഡി ആയാലോ? ഗെറ്റ് റെഡി വിത്ത് മീ. ഇന്ന് നല്ലൊരു ഗുഡ് ഹെയർ ഡേ ഒന്നല്ല, എന്നാലും കുഴപ്പമില്ല, ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ മുടിക്ക് ഇതാ കെട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇനി ഫേസ് ഒന്ന് ഡള്ളായിട്ടിരിക്കണ പോലെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒന്നൊരു ഫേസ് മാസ്ക് ഇടാമെന്ന് വിചാരിച്ചു. ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ അതിട്ട് ഒരു 10-20 മിനിറ്റ് വെച്ചതിന് ശേഷം ഇത് ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ഗ്ലോ ഒക്കെ ഉണ്ട്. പിന്നെ ഒരു മോയ്സ്ചറൈസർ ഇട്ടു, അത് കാണിക്കാൻ മറന്നു. പിന്നെ അതിന് ശേഷം ഇതായി സൺസ്ക്രീനാണ്. ഇത് ലാക്ടോ കലാമിൻ്റെ ആണ്. ലാക്ടോ കലാമിൻ്റെ തന്നെ ഇരിക്കുന്ന മോയ്സ്ചറൈസർ ഇട്ടുണ്ടാവും. കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ്. പിന്നെ അതിന് ശേഷം കൺസീലർ ഇടുന്നുണ്ട്. ഇതന്നെയാണ് ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നുള്ള ഒരു ബേസ് എന്ന് പറയുന്നത്. സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ തന്നെയാണ്. ഇതാണ് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നതും. ജസ്റ്റ് അണ്ടർ ഐയിലും പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് ഉള്ളിടത്തൊക്കെ ജസ്റ്റ് ഇടുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ബ്ലെൻഡിങ്ങിലാണ് എപ്പോഴും കാര്യം ഇരിക്കുന്നത്. നന്നായി ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് ലൈറ്റായിട്ട് ഹൈഡ് ചെയ്യും. പിന്നെ ഞാൻ മെബ്ലിൻ്റെ ഫിറ്റ്മിയുടെ കോമ്പാക്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കോമ്പാക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് ഓയിലി സ്കിന്നാണ് എൻ്റെ, പിന്നെ വേർക്കും ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ അതിന് ശേഷം ഒരു ലൂസ് പൗഡർ എടുത്തിട്ടും സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓയിലി സ്കിന്നിന് ലൂസ് പൗഡർ എപ്പോഴും നല്ലതാണ്. പിന്നെ ഐബ്രോ ഫില്ലിയാണ്. ഇതും സ്വിസ് ബ്യൂട്ടിയിലാണ്. സ്വിസ് ബ്യൂട്ടിയുടെ പ്രൊഡക്ട്സ് ഒക്കെ നല്ലതാണ്. റേറ്റ് കുറവില്ല, അത്യാവശ്യം നല്ല പ്രൊഡക്ട്സ് കിട്ടും. പിന്നെ മാർസിൻ്റെ അത്യാവശ്യം നല്ലതാണ്. ഞാൻ കൂടുതലും അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സാണ് വാങ്ങിക്കാൻ നോക്കാറ്. അപ്പോൾ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെയും മുകളിലായിട്ട് ആ ഐബ്രോയുടെ അതേ ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ട് പിന്നെ ഉള്ളിൽ ജസ്റ്റ് ഗ്യാപ്പുള്ളിടത്തൊക്കെ വരച്ച് കൊടുക്കും. എന്നിട്ട് ആ സ്പൂലി വെച്ചിട്ട് നന്നായി ഇങ്ങനെ ചീകി കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഐ മേക്കപ്പ് ഒക്കെ ചെയ്തു കേട്ടോ. ഇത് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ പെട്ടെന്ന് നോക്കുമ്പോഴാണ് സമയം ലേറ്റ് ആവണമെന്ന് കണ്ടത്. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തിട്ട് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഉണ്ടായിട്ട് മുന്നേ തന്നെ ഞാൻ ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലിപ് ബാം ചെയ്ത് ചുണ്ട് നല്ലോണം സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. കാരണം അല്ല വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ലിപ്പിൽ ഇങ്ങനെ ക്രാക്കിങ്സ് വരും. അപ്പോൾ ഞാൻ ലിപ്പ് ലൈൻ എപ്പോഴും ചെയ്ത് കൊടുക്കും. പിന്നെ എൻ്റെ ലിപ്സ് ഭയങ്കര ഡ്രൈ ആണ്. അപ്പോൾ എപ്പോഴും ഞാൻ ലിപ് ബാം യൂസ് ചെയ്യും. ലിപ്സ്റ്റിക്കിനേക്കാൾ കൂടുതൽ ഞാൻ ലിപ് ബാമാണ് യൂസ് ചെയ്യുക. പിന്നെ ഇത് മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കാണ്. അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു 1-2 ഡോട്ട് ഇട്ടുള്ളൂ. പിന്നെ കൈ കൊണ്ട് തന്നെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഷെയ്ഡ് കിട്ടും. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ബ്ലഷൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ് കവള ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ സാധാരണ ഇവിടെ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഒരു സ്കേർട്ടും. പിന്നെ ഇങ്ങനെ ഒരു ഹൈനെക്കല്ല ഒരു ഹൈനെക്ക് എന്ന് പറയാം, അങ്ങനെ വരുന്നൊരു ടോപ്പും നല്ല ക്യൂട്ടായിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടാണ്. പിന്നെ ഹെയർ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യണമെന്നില്ല. ജസ്റ്റ് സിറം പുരട്ടി ഒന്ന് ചീകി വൃത്തിക്കിട്ടു. പിന്നെ ഞാനിങ്ങനെ നോക്കുകയാണ് ഏത് സ്റ്റൈലിലിടാണ്, മുടി അയച്ചിടണോ അതോ കെട്ടി വെക്കണോ. പിന്നെ എങ്ങനെയൊക്കെ ചെയ്താലും മാരേജിൻ്റെ അവിടെ എത്തുന്ന വരത്തേക്കും മുടി എന്തായാലും കെട്ടി വെച്ച് പറ്റും. കാരണം നമ്മൾ വണ്ടിയുമാണ് പോണത്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം ഞാനൊരു ലിപ് ഗ്ലോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ ഗ്ലോ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ചെയ്താലും അവസാനത്തെ ഒരു ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് തന്നെയായിരിക്കും. ഈ ഹെയർ സ്റ്റൈലിലേക്ക് എത്തും. പിന്നെ അവിടെ പോയിട്ട് ചിലപ്പോൾ ഞാൻ മുടിയൊന്ന് ചിലപ്പോൾ അഴിച്ചിടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ക്യാഷ്വൽ ലുക്കാണ്. ഇതിപ്പോൾ ഒരു റിസപ്ഷൻ ലുക്കൊന്നൊന്നല്ല, പക്ഷേ എനിക്ക് കംഫർട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.